സാറേ, നമ്മൾ കുറച്ച് നാൾ കൂടിയാണ് വീണ്ടും ഒന്ന് സമ്മേളിക്കുന്നത്. ഓരോ ദിവസങ്ങളിലും ഓരോരോ പുതിയ സംഭവവാസങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായിട്ട് നമ്മുടെ വഖഫ് ഭേദഗതി നിയമവും അനുബന്ധ വിഷയങ്ങളും വരികയാണ്. അതിനകത്ത് പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മളൊക്കെ സത്യത്തിൽ ഇപ്പോഴാണ് അറിയപ്പെടുന്നത് ഈ വഖഫ് നിയമം ഇത്ര പ്രബലമായി നമ്മുടെ രാജ്യത്തുണ്ടെന്നും അത് നമ്മുടെ സംസ്ഥാനത്തെ മുനമ്പം എന്ന് പറയുന്ന പ്രദേശത്ത് വർഷങ്ങളായി പണം കൊടുത്തു വാങ്ങിയ സ്ഥലത്ത് കരവടച്ച് ജീവിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഒരു സുപ്രഭാതത്തിൽ അത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് നോട്ടീസ് കൊടുക്കുകയും അവർക്ക് കരവടയ്ക്കുന്നതിനോ വസ്തുവിൻ്റെ കരവടയ്ക്കുന്നതിനോ വിൽക്കുന്നതിനോ ബാങ്കിൽ പണയം വെക്കുന്നതിനോ പോലും കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടെന്നുമൊക്കെ ഇപ്പോൾ പത്രധാരയിലൂടെ വായിച്ചറിഞ്ഞപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ വഖഫ് നിയമത്തിൻ്റെ ഒരു വ്യാപ്തിയും അത് നമ്മുടെ രാജ്യത്ത് ചെലുത്തുന്ന സ്വാധീനവും അതിനനുസരിച്ച് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വഖഫ് നിയമത്തിൻ്റെ ഭേദഗതിയും ഒക്കെ അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ പുതിയ ജനമധ്യത്തിൽ ഇപ്പോഴും പലരും അതിനെ സംബന്ധിച്ച് അത്ര ഗൗരവത്തോട് കാണുന്നുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിവുള്ളവരാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊന്ന് സംസാരിച്ച് പോകുന്നത് നല്ലതായിരിക്കും എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അതിൻ്റെ ഒരു ഉത്ഭവവും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് സംസാരിക്കാം. അത് ജേക്കബ് സാറ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യകതയും മറ്റു കാര്യങ്ങളും അതെങ്ങനെ ഉണ്ടായതിനെ പറ്റിയൊക്കെ ഒന്ന് നമുക്ക് സംസാരിച്ച് പോകാമായിരുന്നു. ഈ മുസ്ലിം നിയമപ്രകാരം ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് 1913-23 കാലങ്ങളിൽ ഈ വഖഫിൻ്റെ മുസ്ലിം നിയമം എന്തായിരുന്നു ഈ നമ്മുടെ ഈ വഖഫ് എന്ന് പറഞ്ഞാൽ ദാനം കൊടുക്കുക എന്നുള്ളൊരു ഇതിലാണ്. അതായത് നമ്മളെ സ്വയമേധ ഒരു മുസ്ലിമായിട്ടുള്ള ആൾ അള്ളാഹുവിന് ദാനം കൊടുക്കുകയാണ്. പക്ഷെ അതിലൊരു വ്യത്യാസമുണ്ട്. അള്ളാഹു ഇതെല്ലാം സൃഷ്ടിച്ച അള്ളാഹുവിന് പിന്നെ നമ്മൾ ദാനം കൊടുക്കണ്ടല്ലോ. അപ്പം മതത്തിന് ദാനം കൊടുക്കുക. അത് 3 കാര്യങ്ങൾക്കാണ് പറയുന്നത്. ഒന്ന് റിലീജിയസ്, ഒന്ന് പയസ്, പിന്നെ ചാരിറ്റി. ഇങ്ങനെ 3 കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ. അപ്പം ഇതിന് ശേഷം നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിനുശേഷം വിഭജനം വന്നു. ഈ വിഭജനം വന്ന സമയത്ത് നമുക്കറിയാം ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കൾ ഇന്ത്യയിലേക്കും പലായനം നടക്കുന്നു. അവിടെ ഒത്തിരി സംഘടനകളുണ്ടായി, ഒത്തിരി മരണങ്ങളുണ്ടായെന്നൊക്കെ ഒരു ചരിത്രമാണ്. ആ സമയത്ത് ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്ത്, പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ സ്വത്തിന് സംരക്ഷണം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സ്വത്തിനെ ഒന്ന് സംരക്ഷിക്കാനും അത് നമ്മുടെ മുസ്ലിം വിഭാഗത്തിന് ഉപയോഗപ്പെടുന്ന രീതിയിൽ കൊണ്ടുവരുവാനുമാണ് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു 1954 സെൻട്രൽ വഖഫ് ആക്ട് ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം നല്ലതായിരുന്നു. കാരണം നമ്മൾ ഇപ്പോൾ ഏത് മതത്തിനാണേലും ഒരാൾ കുറച്ച് സ്ഥലം കൊടുത്താൽ, അപ്പോൾ ഏത് ഹിന്ദു മതത്തിലോ ക്രിസ്തു മതത്തിലോ ആർക്കാണേലും അത് അവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ സാമാന്യ ജനത്തിന് പ്രയോജനപ്പെടുന്ന രീതിയിൽ ആക്കണം എന്നുള്ളൊരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അത് ആരംഭിച്ചത്. അതിനുശേഷം മുന്നോട്ട് പോകുമ്പം ഇതിന് 1995 ഒരു അമെൻമെൻറ്റ് വന്നു. അതിൽ കുറച്ചുകൂടെ നിയമങ്ങൾ കുറച്ചുകൂടെ കർക്കശമാക്കിക്കൊണ്ട് വന്ന നിയമമാണ്. അതിൻ്റെ പിന്നെ ഒരു മോഡിഫിക്കേഷനായിട്ട് 2013 ഒരു മോഡിഫിക്കേഷൻ വന്നു. ഇതിലെ വ്യവസ്ഥകൾ നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കുറച്ച് വ്യവസ്ഥകൾ അതിൽ പെട്ടുപോയി എന്നുള്ളതാണ്. ശരിക്കും വഖഫ് എന്നുള്ള ആശയം വളരെ ജെനുവിനാണ്. പക്ഷേ അതിൽ ഈ നിയമവും സാമാന്യ നീതിയുണ്ടല്ലോ, അതിലുള്ളൊരു കോൺഫ്ലിക്റ്റാണ് ഇപ്പം വന്നേക്കുന്നത്. നിയമത്തിൻ്റെ തന്നെ ചുവട് പിടിച്ചു പോയാൽ അതിൽ അനുഭവപ്പെടുന്ന ഒത്തിരി അധികം ആൾക്കാർ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാമെന്നാണ് സാറിൻ്റെയും കൂടെ ഒരു അഭിപ്രായം ഇതിനെക്കുറിച്ച്. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോഴത്തെ ഈ മുനമ്പം വിഷയവും ഈ വഖഫ് നിയമങ്ങളും വെച്ചിട്ട് രണ്ടും കൂടെ ഒന്നിച്ച് പരിഗണിക്കാമോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ശരിക്കും പറഞ്ഞാൽ മുനമ്പത്തെ പ്രശ്നം ഈ വഖഫിനേക്കാൾ കൂടുതൽ അതിനകത്ത് വേറെ ചില അടിയൊഴുക്കുകൾ അതിനകത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വീട്. പ്രത്യേകിച്ചും ഇപ്പോൾ അത് ഈ നമ്മുടെ കേരളത്തിലിപ്പോൾ കുറേ കാലങ്ങളായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തൊരു പ്രശ്നമുണ്ടായാലും അതിനെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള അല്ലെങ്കിൽ അതിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താം എന്നുള്ള ഇതിൽ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ മുന്നണികളും പാർട്ടികളും.
അപ്പോൾ ഇവിടെയും അത് സംഭവിക്കുന്നുണ്ടെന്ന് വേണം വിചാരിക്കാൻ. കാരണം ഇവർ സമരം ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രശ്നങ്ങളല്ല. പക്ഷേ ഇത് ലോക ശ്രദ്ധ നേടിയത് എപ്പോഴാണ്? പാർലമെൻറ്റ് ഇലക്ഷനും അത് കഴിഞ്ഞ് ബൈ ഇലക്ഷനും വന്നപ്പോഴാണ് അതിന് ആ വോട്ട് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് വന്നപ്പോഴാണ് ഇത് പൊതുജനമധ്യത്തിലേക്ക് അല്ലെങ്കിൽ ഇത്രയും ഇതിന് ശ്രദ്ധ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കൂടിക്കുഴഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം അത് ഈ 1902 ആട്ടത്തിന് വിടുന്ന സത്താർ സേട്ട് എന്ന് പറയുന്ന ഒരു ഗുജറാത്തിക്ക് മുഹമ്മദ് സത്താർ സേട്ടിന് ആട്ടത്തിന് കൊടുത്തു. തിരുവിതാംകൂർ രാജാവ് കൊടുത്താണ്. പക്ഷേ ശരിക്കും ഈ മുനമ്പം ചെറായിയൊക്കെ തിരുക്കൊച്ചിയുടെ ഭാഗമായിരുന്നു. പക്ഷേ അതില് പാട്ടത്തിന് കൊടുത്ത സാധനം അത് ഫറൂഖ് കോളേജിന് വഖഫായിട്ട് അതിനകത്ത് വേറൊരു കാര്യമുണ്ട്. അന്ന് കൊടുത്ത ഈ ഏതാണ്ട് 404 ഏക്കർ കൊടുത്തതില് പിന്നീട് കടലെടുത്ത് പോയിട്ടുണ്ട് കുറെ. പക്ഷേ ഇത് എഴുതി കൊടുക്കുമ്പോൾ ഈ കടലെടുത്ത് പോയതും ഇതെല്ലാം ഉണ്ടായിട്ടും ഈ സിദ്ദിഖ് സേട്ട് എന്ന് പറയുന്ന പോയതാണ്. പക്ഷെ സിദ്ദിഖ് സേട്ട് കൊടുക്കുമ്പോൾ ഈ ഏക്കർ എല്ലാം കൂട്ടിയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വഖഫുമായിട്ട് വിചാരിക്കേണ്ട സാറേ, അതാ ഞാൻ പറഞ്ഞത്, ഇത് വഖഫിനേക്കാളും അധികരിച്ച ഒരു പ്രശ്നമാണ് മുൻപത്തേത്. കാരണം അതിനകത്ത് ഫറൂഖ് കോളേജിന് കൊടുക്കുമ്പോഴും അവിടെ താമസക്കാരുണ്ടായിരുന്നു. അല്ല, അത് തന്നെയല്ല, അതിനകത്ത് ഒരു ക്ലോസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് ഈ ഫറൂഖ് കോളേജിന് കൊടുത്തത്. ഇനി അവർക്കത് സാധിക്കുന്നില്ലെങ്കിൽ ഈ സിദ്ദിഖ് സേട്ടിന്റെ പിൻതലമുറക്കാർ എഴുതി കൊടുത്ത സിദ്ദിഖ് സേട്ടിന്റെ പിൻതലമുറക്കാർക്ക് അവകാശത്തിൽ കൊടുക്കണമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഈ ഫറൂഖ് കോളേജ് ഇത് അന്ന് മാർക്കറ്റിലുണ്ടായിരുന്ന ഒരു അസസ്മെന്റ് അതാണ് പറയുന്നത്, അന്ന് മാർക്കറ്റിലുണ്ടായിരുന്നതിന്റെ 2.5 മടങ്ങ് വില കൊടുത്തിട്ടാണ് ഇവിടെ നൂറുകണക്കിന് വർഷങ്ങളായിട്ട് തലമുറകളായിട്ട് അവിടെ താമസിച്ചുകൊണ്ടിരുന്നവരെ അവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് വില കൊടുത്ത് വാങ്ങിക്കുന്ന സാഹചര്യം വന്നിട്ട് പോലും ഇന്ന് ഈ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ, അപ്പോൾ ഈ സിദ്ദിഖ് സേട്ട് എഴുതി കൊടുക്കുമ്പോഴും അതിനകത്ത് വഖഫ് എന്നുള്ളൊരു വാക്ക് വരുന്നില്ല. പക്ഷേ ഇതിനിടയ്ക്ക് തിരികെ കയറിയതാണ് ഈ വഖഫ് എന്ന് പറയുന്ന ഒരു നിസാർ കമ്മീഷൻ റിപ്പോർട്ടിനകത്താണ് അയാൾ വഖഫ് ആണെന്നും പറഞ്ഞിട്ടില്ല, ആകാം എന്ന് പറഞ്ഞു. ഇതെല്ലാം അത് ശരിക്കും വഖഫ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട അല്ല ശരിക്കും പറഞ്ഞാൽ. അവിടെയാണ് സാറേ നമ്മുടെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഞാനൊരു വായിച്ചത് മനസ്സിലായത്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഭൂസ്വത്തുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിഫൻസിനാണ്. ഡിഫൻസ് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് റെയിൽവേക്കാണ്. റെയിൽവേ കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വന്തമായിട്ട് ഭൂസ്വത്തുണ്ടെന്ന് പറയുന്നത് വഖഫിനാണ്. വഖഫിനാണ്ട് 9,40,000 ഏക്കർ സ്ഥലം, 9,40,000 ഏക്കർ സ്ഥലം ഇന്ന് വഖഫിൻ്റെ അധീനതയിലുണ്ട്. ഇനിയും അവർ 1500 വർഷം മുമ്പും 2000 വർഷം മുമ്പും അതിന് ശേഷവും ഉണ്ടായിരിക്കുന്ന പല ഭൂമികളും അതിപ്പോൾ ക്ഷേത്രമായിട്ടിരിക്കുന്നതുകൊണ്ട് മറ്റു പല ആളുകൾ കൈവശം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും വഖഫ് ഭൂമി ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിച്ചുകൊണ്ടും കൂടി വരുന്നുണ്ടെന്നുള്ളതും ഇപ്പോൾ ഇവിടെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട്. വൺസ് ഈസ് വഖഫ് ഓൾവേസ് വഖഫ്. ഒരിക്കൽ വഖഫിന് കൊടുത്താൽ സാർ സൂചിപ്പിച്ചതുപോലെ അത് പിന്നെ 3 കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഒന്നെങ്കിൽ മതപരമായ കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ പൈസന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ചാരിറ്റിക്ക് വേണ്ടിയിട്ട്. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ആളുകൾക്കോ ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ ഒന്നും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടെയല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ദുരന്തം അനുഭവിക്കുന്നത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അതും കൂടെ നമ്മൾ തിരിച്ചറിയണം. ഇത് വഖഫിന് വേണ്ടിയിട്ട് കൊടുത്തു എന്നുള്ളതിൻ്റെ കാര്യത്തിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വഖഫ് ഭൂമിയായി മാറുന്നതിൻ്റെ പേരിൽ അവകാശപ്പെട്ട ആളുകൾക്ക് ഇത് നിഷേധിക്കുകയും അവർക്ക് ജീവനോപാധി പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ട് എന്നും ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ വഖഫ് ഭൂമികൾ ഇങ്ങനെ എടുത്ത് നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി നിൽക്കുന്നു എന്നുള്ളതാണ്. ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് സമത്വമാണല്ലോ, ഇതിൻ്റെ ഈക്വാലിറ്റിക്ക് നിന്ന് വിരുദ്ധമായി എല്ലാ പൗരന്മാർക്കും എല്ലാവർക്കും വിശ്വാസികൾക്കും ലഭിക്കേണ്ട രീതിയിലുള്ള ഒരു സമത്വത്തിൽ നിന്ന് വിഭിന്നമായി ഒരു വിഭാഗത്തിന് മാത്രമായിട്ട് ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന നിയമം അത് ഏത് ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായതാണെങ്കിലും അത് പുനഃപരിശോധിക്കപ്പെടണമെന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അത് സാറേ, ഈ മുനമ്പത്തിൻ്റെ കാര്യം പറഞ്ഞാൽ 1975 ഈ ഹൈക്കോടതി ഓർഡറിൽ തന്നെ പറയുന്നുണ്ട് ഇത് ഗിഫ്റ്റായിട്ട് കിട്ടിയ സ്ഥലം എന്നാണ് അത് പറഞ്ഞേക്കുന്നത്. അവിടെ വഖഫ് എന്നുള്ളൊരു ഇതേ ഇല്ലായിരുന്നു ആ കാലത്ത്. ഈ നിസാർ കമ്മീഷനെ അച്യുതാനന്ദൻ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടിലാണ് ഇത് വഖഫ് എന്നുള്ളത് തന്നെ കയറി വരുന്നത്. അത് അവിടെയാണ് ഇത് വഖഫായി മാറുന്നത്, മുനമ്പം പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ ഒരു നോക്കിക്കാണ് നമ്മുടെ ഈ ഫ്ലാറ്റ് പൊളിച്ച സംഭവം ഉണ്ടല്ലോ, മരട് അവിടെയൊക്കെ
അത് വാങ്ങിച്ചവർ നിരപരാധികളാണ്. കാരണം അവർക്ക് എല്ലാ ലീഗലായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും കിട്ടി, അവർ ജീവിതകാലത്ത് സമ്പാദിച്ച് മൊത്തം കൂട്ടിവെച്ചത് മേടിച്ചു. പക്ഷേ കുറച്ച് പേര് ചെയ്ത തെറ്റിന് അവരെ ശിക്ഷ ബലി കൊടുക്കേണ്ടി അവരെ. അതെ, അവരുടെ സ്വത്ത് മുഴുവൻ പോയില്ല. അതെ. അതുപോലെ തന്നെ ഇവിടെ കുറ്റക്കാരെന്ന് പറഞ്ഞ എൻ്റെ കാഴ്ചപ്പാട് ഫറൂഖ് കോളേജ്. കാരണം ഇത് അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഇവർ കാശ് കൊടുത്ത് പൈസ വാങ്ങിച്ചിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് ഇത് ആധാരം നടത്തി പോക്കുവരവ് ചെയ്ത് കരമടച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ആ ഭൂമി നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കൾപ്രിറ്റ് എന്ന് പറയുന്ന ഫറൂഖ് കോളേജാണ്. ഇപ്പം ഇങ്ങനെയുള്ളവരെ, ഇപ്പം മരടിലെ ഫ്ലാറ്റ് നിർമ്മിച്ചവർ അവർ അല്ലെങ്കിൽ അതിന് സാങ്ഷൻ കൊടുത്തവർ ആണ് ശരിക്കും ശിക്ഷിക്കപ്പെടേണ്ടത്, അത് നിയമപരമല്ലെങ്കിൽ. അപ്പം അങ്ങനെയുള്ളവരെയാണ് ശരിക്ക് ഇവിടെ ഫറൂഖ് കോളേജിനെ അതിൻ്റെ ഇപ്പം ഇവർക്ക് ഇത് അവരൊന്ന് മാറണമെന്നൊരു ഇത് വന്നാൽ മൊത്തം അന്ന് മേടിച്ചതിന് അല്ല ഇന്നത്തെ വില അനുസരിച്ചുള്ള കോമ്പൻസേഷൻ കൊടുക്കാൻ ഫറൂഖ് കോളേജാണ് ബാധ്യസ്ഥ എന്നാണ് എൻ്റെ. അങ്ങനെയുള്ളവർ ശിക്ഷിക്കണം. മറ്റേ അവസാനത്തെ ആൾക്കാർ, ഇതിൻ്റെ ഗുണഭോക്താക്കൾ, ഒന്നും അറിയാത്ത നിരപരാധികൾ ഇതിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒരിക്കലും, അത് കോടതി ആണ് ഒരു പറയുന്നത്. കോടതി ഇപ്പം ഫ്ലാറ്റ് പൊളിക്കാൻ പറഞ്ഞ് പൊളിച്ചു, പക്ഷെ അവർക്കൊരു കോമ്പൻസേഷനും കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാൻ സാമൂഹ്യ നീതി, സാമാന്യ നീതി നടപ്പാക്കാൻ ഭരണഘടനാപരമായി പൗരന്മാർക്ക് ലഭിക്കേണ്ട അവകാശം ഇവിടെ നിഷേധിക്കപ്പെടുന്നത്. അതിന് കോടതിയാണ് അതിനൊരു ഇപ്പൊ ഇവിടെ തന്നെയാണെങ്കിൽ ഇപ്പൊ വീണ്ടും ഒരു കമ്മീഷനെ വെച്ചിരിക്കുന്നത് ഗവൺമെന്റ്. ഇതുമായി ബന്ധപ്പെട്ട് 3 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കമ്മീഷനെയാണ് വീണ്ടും മുനവും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. അതിന് എന്നാണ് കമ്മീഷൻ റിപ്പോർട്ട് വരികയും ഇതിന് പരിഹാരം ഉണ്ടോ, അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേന് വീണ്ടും ഇത് ആളിക്കെത്തിക്കും എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്കൊന്നും പോകുന്നില്ല. അതിനിടയ്ക്കാണല്ലോ സെൻട്രൽ ഗവൺമെൻറ് ഈ വഖഫ് ലോ നാമന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബില്ല് കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുകയും അത് പാർലമെൻറ്റ് സംയുക്ത സമിതിക്ക് വേണ്ടിയിട്ട് JPCക്ക് കൈമാറിക്കൊണ്ട് ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഈ പ്രശ്നം നിൽക്കുക. അതിനകത്തും ഒരു പരിധിവരെ ഈ വിഭാഗീയതയുടേതായ ചില കാര്യങ്ങൾ അതിനകത്തും കടന്നു കയറിയിട്ടുണ്ട്. അതിനകത്ത് ഒരു പരിധിവരെ ഇത് ഈ നിയമം പരിഷ്കരിക്കേണ്ടതാണെങ്കിൽ പോലും അതിനകത്ത് പറയുന്ന 2-3 കൂട്ടം കാര്യങ്ങളെ സംബന്ധിച്ചും ഈ പറഞ്ഞ ന്യൂനപക്ഷ വിഭാഗത്തിന് ആശങ്കയുണ്ടൊക്കെ ഇടയാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വഖഫ് ബോർഡും വഖഫ് കൗൺസിലും ഉണ്ട്. സംസ്ഥാനങ്ങളിൽ 32 വഖഫ് ബോർഡുകളും ഒരു വഖഫ് കൗൺസിലും, സെൻട്രലിലുള്ള കൗൺസിൽ. അപ്പോൾ ഈ വഖഫ് കൗൺസിലിലേക്ക് മുസ്ലിങ്ങളല്ലാത്ത 2 ആളുകൾ നിർബന്ധമായിട്ട് ഉണ്ടാവണമെന്നും വനിതകൾ ഉണ്ടാവണമെന്നും, വനിത ഉണ്ടാകുന്ന പോട്ടെ, അത് മുസ്ലിം വനിതകളാണെങ്കിൽ പ്രശ്നമില്ല. അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP-യും രാജ്യസഭയിൽ നിന്നുള്ള MP ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വഖഫ് കൗൺസിലിനകത്ത് ഉണ്ടാവണമെന്നൊക്കെയുള്ള ഈ വഖഫ് ബോർഡിനെ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസൃതമായി വലിച്ചു മാറ്റുന്ന രീതിയിലേക്ക് ഉള്ള ഒരു ചരട് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണാച്ചരട്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പ്രതിപക്ഷ കക്ഷികളായിട്ട് കോൺഗ്രസ് ആയിക്കോട്ടെ മറ്റു കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച വേണം എന്ന് പറയാനുള്ള കാരണം. പ്രഥമ ദൃഷ്ടിയാൽ ഒന്ന് കേൾക്കുമ്പോൾ ഇതിനകത്ത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുമെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ മറിഞ്ഞിരിക്കുന്ന ചില വിഷങ്ങൾ അല്ലെങ്കിൽ മറിഞ്ഞിരിക്കുന്ന ചില ചരടുകൾ ഇതിനകത്ത് ഉണ്ട്. അതും കൂടെ ചർച്ച ചെയ്തുകൊണ്ട് പോകണം. അത് ഒരു പ്രശ്നമാണ് സാറേ. നമ്മുടെ ഈ ഹിന്ദുക്കൾ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ കൗൺസിലിൽ വരുന്നത് നമ്മുടെ രാജ്യത്ത് വേറെ അങ്ങനെ ഇല്ല. ഇപ്പം ദേവസ്വം ബോർഡാണെങ്കിലും അങ്ങനെയുള്ള മതത്തിന്റെ ഏതെങ്കിലും ഒരു ഹിന്ദുക്കളോ മുസ്ലിമോ ഉണ്ടോ? ഇല്ല. അപ്പൊ അത് അംഗീകരിക്കാൻ നമ്മുടെ പറ്റാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും ഇവിടെ വേറൊരു വിഷയമുണ്ട്. ഇതുവരെയുള്ള കാര്യങ്ങളെ പരിശോധിച്ചതിന് ശേഷം അതിനൊരു തീർപ്പാക്കിയിട്ട് വേണം ഈ കാര്യങ്ങളിലേക്ക് പോകാൻ. കാരണം ഇപ്പം ഒത്തിരി ഏതാണ്ട് 40,000 കേസുകൾ ഇന്ത്യയിൽ ഈ വഖഫിനെതിരായിട്ട് നിലവിലുണ്ട്, വിവിധ കോടതികൾ. ഇവരുടെ ഈ 9,40,000 ഏക്കർ സ്ഥലത്ത് നിന്ന് ഏകദേശം 1,20,000 കോടി രൂപയുടെ വരുമാനം അവരുടെ സ്വത്ത് അത്രയും ഉണ്ടെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വർഷത്തെ വരുമാനം കൂട്ടി ഏതാണ്ട് 12,000 കോടി രൂപയുടെ സ്വത്ത് അവർക്ക് വരേണ്ടതാണ്. പക്ഷേ 169 കോടി രൂപയെങ്ങാണ്ട് ശരിക്കും ഇതിൻ്റെ വഖഫിൻ്റെ വരുമാനമായിട്ട് ഇപ്പോൾ ഉള്ളൂ. അതിൽ പലരും കൈവച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട സ്വത്ത് അല്ലെങ്കിൽ അവർക്ക് അനുഭവത്തിന് സ്വത്ത് അത് വേറൊരു തരത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുകയും യഥാർത്ഥ അവകാശികൾ ഇതിൽ നിന്ന് പിന്തള്ളപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഇത്രയും കേസുകളുണ്ട്. ഈ ഡിസ്പ്യൂട്ട് ആദ്യം ഒന്ന് തീർക്കണം.
ഇപ്പം നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നു നമുക്ക് ശരിക്കുള്ള രജിസ്ട്രികളില്ല. ഇപ്പം ഫോറസ്റ്റ് എത്രയുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൃത്യം ഈ അതിർത്തികൾ നിർണ്ണയിച്ച് ഇത്ര ഏക്കറുണ്ടെന്ന് പറയാൻ നമുക്കൊരു ഇതില്ല. ഇപ്പോൾ ഈ കുത്തകപ്പാട്ടെന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള, പുറമ്പോക്ക് സ്ഥലം എന്ന് പറഞ്ഞാൽ അത് പറയാനുള്ള ശരിയായിട്ടുള്ള രജിസ്ട്രികളില്ല. അപ്പോൾ ഈ രജിസ്ട്രികളിൽ ശരിയാക്കണം. ഈ വഖഫിന് ഇതിൽ ഗവൺമെൻറ്റും ഇടപെട്ട് അതിനൊരു സെറ്റപ്പ് ഉണ്ടാക്കിയിട്ട് പരിശോധിച്ചിട്ട് ഇത് കൃത്യം എത്ര വഖഫുണ്ട്, അല്ലെങ്കിൽ കുറച്ച് തർക്കമുണ്ടെങ്കിൽ അത് കോടതിയിൽ വിട്ടിട്ട് അതിന് തീർപ്പുണ്ടാക്കി ഇപ്പോൾ ഒരു 1-2 വർഷം കഴിഞ്ഞ് അതിനൊരു രജിസ്ട്രി ഉണ്ടാക്കണം കൃത്യമായിട്ട്. അത് പിന്നെ ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളിപ്പം ലാൻഡ് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് മറ്റേ ആദിവാസികളുടെ അന്യാധീനപ്പെട്ട ഭൂമിയിലല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നില്ലേ. അതുപോലെ ഈ വഖഫ് രജിസ്ട്രി റീഡ് ചെയ്തുകൊണ്ട് അങ്ങനെയുള്ളത് നമുക്ക് പിന്നെ വിൽക്കാനോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഇപ്പം ഡിജിറ്റൽ നമുക്ക് പല രീതിയിൽ ഇതെടുക്കാം. ഡിജിറ്റൽ എടുത്താൽ അത്ര ആക്യുറേറ്റ് അല്ല. അപ്പം അത് നമ്മൾ കൃത്യമായിട്ട് അളന്ന് തിരിച്ച് വഖഫ് ഏതാണ്, അതിൽ നോൺ വഖഫ് ഏതാണ്, ഇതൊന്ന് തിരിച്ചിട്ട് കൃത്യമായിട്ടൊരു രജിസ്റ്റർ ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ ഈ അമെൻമെൻറ്റിൻ്റെ ഇത് പോകാൻ. അതിൽ ഈ മുസ്ലിങ്ങളല്ലാത്തവരെ അതിൽ വരുത്തുന്നതിന് ഞാൻ എതിരാണ്. പക്ഷേ അത് സംഭവിക്കേണ്ടത് ഇതിന് ശേഷം വേണം. നമ്മളിത് കൃത്യമായിട്ട് ഇതിൽ വഖഫ് എത്രയുണ്ട്. ഇപ്പം വഖഫ് ബോർഡോ കൗൺസിലോ പറഞ്ഞത് മാത്രമല്ല, വഖഫ് അതായത് പണ്ട് കാലത്ത് ഇപ്പം മുഗളന്മാരൊക്കെ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് അത് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ ഇപ്പോഴും വഖഫായിട്ട് അത് മാറിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ശരിക്കുള്ള വഖഫല്ല. അപ്പോൾ അതിനൊരു ശരിക്കൊരു ക്ലാരിറ്റി വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സാർ മുമ്പേ പറഞ്ഞതിനകത്തൊരു ചെറിയ പ്രശ്നമുണ്ട്. കോടതി ബന്ധപ്പെടുന്നതിന് ഈ 1995 നിയമത്തിൽ ഈ വഖഫ് ട്രിബ്യൂണൽ കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ അതൊരു ജുഡീഷ്യൽ ബോഡിയായി പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വ്യവസ്ഥകളിൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വ്യവസ്ഥ അതിനകത്ത് കിടപ്പുണ്ട്. അതിനകത്ത് ഈ വേഡിക്റ്റിനകത്ത് വരുന്ന കുറച്ച് കാര്യങ്ങളിലൊക്കെ അത് ഒന്ന് റിവൈസ് ചെയ്യാമെന്നല്ലാതെ അതിന് അപ്പീൽ കൊടുക്കാനോ മറ്റു കാര്യങ്ങളിലോ ഇല്ല. അപ്പീൽ കൊടുക്കണം, അവിടെ തന്നെ കൊടുക്കണം. അതല്ല, അതുകൊണ്ട് തന്നെ ഇത് ശരിക്കും അപ്പം ഞാനത് സൂചിപ്പിച്ചത് എന്നാന്ന് വെച്ചാൽ ഇത് ശരിക്കും ഒരു നിയമനിർമ്മാണം പഴുതടച്ച ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ സാർ പറഞ്ഞ പോലെ അത് ശരിക്കും അത് അങ്ങനെ രജിസ്റ്റർ വേണം. അതെല്ലാം വെച്ചുകൊണ്ട് തന്നെ ഈ ട്രിബ്യൂണലിൻ്റെ കാര്യത്തിലും ഒക്കെ വ്യക്തമായ എന്ന് പറഞ്ഞാൽ കോടതിക്ക് ബാക്കി ഏത് കാര്യത്തിലാണ് കോടതിക്ക് ഇടപെടാൻ പാടില്ലാത്ത ഇവിടുത്തെ ഒരു ഗവൺമെൻറ് കാര്യത്തിൽ പോലും ഇടപെടാൻ പറ്റും. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക് നിയമം കൊണ്ടുവരുന്നത് ആരാ? ഈ ഗവൺമെൻറ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനൊരു ഭേദഗതി കൊണ്ടുവന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയിൽ അടിസ്ഥാനപരമായിട്ട് നിയമം ഭേദഗതി ചെയ്താൽ അപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അപ്പോൾ അതാത് കാലങ്ങളിൽ ഇപ്പോൾ ഓരോ കാലങ്ങളിൽ ഉണ്ടായിരുന്ന നിയമങ്ങൾ അന്ന് ശരിയാണ്, അന്നത്തെ ഒരു സാഹചര്യത്തിൽ 54 ശരിക്കും ഒരു ആവശ്യമായിരുന്നു. കാരണം അതുപോലെ അവർ ഒറ്റപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ചെയ്തത് അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ അതല്ല ആവശ്യം. ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ശരിക്കും നിയമ ഭേദഗതി കൊണ്ടുവരികയും അത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്തു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കും. അപ്പോഴും മുൻപം പ്രശ്നം നീക്കും. കാരണം ഈ വഖഫുമായിട്ട് മാത്രം ബന്ധപ്പെട്ടതല്ല, അത് ശരിക്കും ഇവിടുത്തെ സാമൂഹിക രാഷ്ട്രീയ ബന്ധങ്ങളിലൊക്കെയുള്ള ഒരു പ്രശ്നമായിട്ട് നിൽക്കും. സാറേ, ഈ മുനമ്പം പോലെ തന്നെയാണ് സാറേ തമിഴ്നാട്ടിലെ 1500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം വഖഫിന്റെ കീഴിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അവകാശവാദം ഉന്നയിച്ച് നോട്ടീസ് കൊടുത്തിരിക്കുക. ഈ സാരി പറഞ്ഞ പോലെ ഒരു ഗ്രാമം മൊത്തം അപ്പൊ എന്ന് പറഞ്ഞാൽ സാരി പറഞ്ഞ 40,000-ഓളം കേസുകൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള കേസുകളാണ് ഇതെല്ലാം. അതുപോലെ നമ്മുടെ മുകേഷ് അംബാനിയുടെ വീടിരിക്കുന്ന സ്ഥലം വഖഫാണെന്ന്, താജ്മഹൽ, അതാ നിയമനിർമ്മാണത്തിലൂടെ പരിഹരിക്കാൻ പറ്റും. പക്ഷേ ഈ മുനമ്പം പ്രശ്നം ഈ നിയമനിർമ്മാണം വന്നാൽ പോലെ ഇവിടെ സജീവമായിട്ട് നിൽക്കുമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ലോകത്തിലെ എഴുതപ്പെട്ട ഏറ്റവും കരുത്തുറ്റതും ഏറ്റവും ജനോപകരമായ ജനാധിപത്യപരമായ ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. ഇന്നലെ നമ്മുടെ ഭരണഘടനാ ദിനം കൂടിയായിരുന്നു. 75ാം ഭരണഘടനാ ദിനം ആചരിച്ച ആളുകളാണ് നമ്മൾ. ഈ വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മൾക്ക് വേണ്ടി എഴുതിയ, നമ്മൾക്ക് വേണ്ടി ഭരിക്കപ്പെടുന്ന, നമ്മൾക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഭരണഘടനയിൽ അധിഷ്ഠിതമായി അത് നമ്മുടെ മാഗ്നാ കാർട്ടയായി, അത് നമ്മുടെ വേദപുസ്തകമായി ആചരിച്ചു കൊണ്ട് പോകുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യയെ ജനിച്ച മുഴുവൻ ആളുകൾക്ക് ഒരേ നിയമവും ഒരേ തുല്യ അവകാശവും സാമൂഹ്യ നീതിയും ലഭ്യമാക്കണം. അതാണ് വേണ്ടാണല്ലോ ഈ ഭരണഘടന വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള
വിഭാഗീയതയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ മറ്റുള്ളവർക്ക് ദ്രോഹകരമായി തീരുന്നതോ ആയിട്ടുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിനെ കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ പാർലമെൻറ്റ് അത് മാറ്റണം. അതിനുവേണ്ടിയാണ് നമ്മൾ 5 വർഷം കൂടുമ്പോൾ പുതിയ ആളുകളെ തിരഞ്ഞെടുത്ത് വിടുന്നത്. ഒരിക്കലും ഒരു നിയമം ഉണ്ടായിപ്പോയി എന്നുള്ളത് കൊണ്ട് ആ നിയമം ഒരിക്കൽ പോലും ഭരണഘടനയുടെ അന്തസത്തയ്ക്ക് ഉള്ളിൽ നിന്നുകൊണ്ട്, ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് തിരുത്തപ്പെടാവുന്ന മുഴുവൻ നിയമങ്ങളും തിരുത്തി കാലോചിതമായി പരിഷ്കരിച്ച് അന്നത്തെ ജനത്തിന് ഒതുങ്ങുന്ന രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ എന്നും ഇത്തരം പ്രശ്നങ്ങൾ തലപൊക്കും. ആളുകൾ തമ്മിൽ അന്തഃഛിദ്രമുണ്ടാവും. അടുത്ത് കിടക്കുന്ന ആളുകൾ, ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾ, ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ആളുകൾ തമ്മിൽ മതത്തിൻ്റെയും ജാതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാകും. മുസ്ലിം മതം, മുസ്ലിം ജാതി, ഹിന്ദു ജാതി, ക്രിസ്ത്യൻ ജാതി, ഈ ജാതികളെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇത്തരം പ്രശ്നങ്ങളെ ഉണ്ടാക്കി ഊതി വീർപ്പിച്ച് അത് വിഷയമാക്കി മാറ്റാൻ ഇവിടുത്തെ വോട്ട് രാഷ്ട്രീയക്കാർ ശ്രമിച്ചാൽ അതിനെ കൂട്ടുനീക്കരുത് കോടതിയും അനുബന്ധ ആളുകളും എന്നാണ് എനിക്കിതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ കോടതിയുടെ ഇത് ഏത് വിഷയത്തിലും ഹൈക്കോടതിന് ഇടപെടാൻ നമ്മുടെ ഭരണഘടനയിൽ തന്നെ 229 ആണെന്ന് എനിക്ക് തോന്നുന്നു. അതിൽ പ്രൊവിഷനുണ്ട്. നമ്മൾ ഇതിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഏത് വിഷയത്തിലും ഇതിനകത്ത് ഒരു ആക്ടിനകത്ത് 40 ആർട്ടിക്കിൾ 40 എന്ന് പറഞ്ഞ സാധനമുണ്ട് വഖഫിനകത്ത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് നിൽക്കുന്നത് പറഞ്ഞ്. ആർട്ടിക്കിൾ 40 അമെൻഡ് ചെയ്താൽ തീർന്ന പ്രശ്നങ്ങളുള്ളൂ ഇതൊക്കെ. അതിൽ നല്ല സജഷൻസാണ് അത് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ പ്രാതിനിധ്യം കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ കോടതി പിന്നെ ഇതിലെ ഒരു തീർപ്പ് വലിക്കുന്ന ജില്ലാ കളക്ടറാണ്. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതിൽ യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യം ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ കൗൺസിലിൽ ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അത് ഉൾപ്പെടുത്തുന്നതിലും കുഴപ്പമില്ല. അപ്പം ബാക്കിയുള്ള മതത്തിലും അത് തന്നെ ചെയ്യണം. അപ്പം നമ്മുടെ ബോർഡിലെ ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിങ്ങളെ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ ഇവർക്ക് മാത്രമായിട്ട് അങ്ങനെ അടിച്ചേൽപ്പിക്കൽ പാടില്ല. അതെ അതേ ഉള്ളൊരു നമുക്കൊരു ഡിഫറൻസ്. എന്തായാലും ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ലാത്ത ഒരു ഡിസ്പ്യൂട്ട് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഇത് വരുന്നതുകൊണ്ടൊരു പ്രശ്നം ഇതാണ് തന്നെയാണ്. ഈ ആളുകൾ തമ്മിൽ പരസ്പരം തമ്മിലടിക്കേണ്ട, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലുള്ള നമ്മുടെ മതേതരത്തെ കാഴ്ചപ്പാടിന് ഏറ്റവും വലിയൊരു അടിയാണിത്. ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ട് ഇപ്പൊ തന്നെ ഈ മുൻപത്തെ പ്രശ്നം തന്നെ മുസ്ലിങ്ങളും അവിടുത്തെ ക്രിസ്ത്യൻ സമുദായവും തമ്മിൽ ഒരു വലിയ ഒരു ഡിസ്പ്യൂട്ടിലേക്ക് സമുദായങ്ങൾ തമ്മിൽ ഉള്ള സ്പർദ്ധയായിട്ട് വളരെ എന്തായാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കന്മാരും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ അതിനകത്ത് ഇടപെടുകയും അവർ തമ്മിൽ ഇത് വിഷയമായി രമ്യമായിട്ട് പരിഗണിക്കണമെന്നൊക്കെ പറയുകയും ചെയ്തുകൊണ്ട് സമാധാനത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോയെങ്കിൽ പോലും ഇപ്പോഴും സമരസമിതി അവിടെ ശക്തമാണ്. ആര് പറഞ്ഞിട്ട് അവർക്ക് വിശ്വാസം വരുന്നില്ല. അല്ല, ഇത് ഇവർ തമ്മിൽ അകന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്. അകലാൻ എളുപ്പമാണ് ഒരു ഇഷ്യൂവിൻ്റെ പേരിൽ, ഈ മതങ്ങൾ തമ്മിൽ. പിന്നെ അത് അടുത്ത് വരണമെന്നുണ്ടെങ്കിൽ ഒരു ശരിക്കും ഈശ്വരചിന്തയുള്ളവർക്ക് ഈ വിഭാഗീയതയൊന്നും ഉണ്ടാകില്ല. അതല്ല ശരിക്കും. ഇത് മതത്തിൻ്റേതായിട്ടൊരു ചിന്തയായിട്ട്, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്തുകൊണ്ടൊരു ചിന്തയായിട്ട് അത് വരികയും ഇവർ അകന്നു കഴിയുകയും അതിനെ ഈ മുട്ടനാടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചോര പിടിക്കാൻ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് ഇതിനെ ഒരിക്കലും സെറ്റിൽ ചെയ്യാൻ അനുവദിക്കാത്ത ആൾക്കാരാണ്. അവർക്ക് അതിൽ നിന്ന് ഒത്തിരി ലാഭങ്ങൾ, പൊളിറ്റിക്കലായിട്ടോ അല്ലാതെയൊക്കെ ലാഭങ്ങൾ ഉണ്ടാക്കാൻ. ഇപ്പോൾ ഇതൊരു വഖഫ് ശരിയായിട്ട് വന്ന ഇതിൻ്റെ സ്വത്തുകളെല്ലാം ഡിക്ലെയർ ചെയ്യണം, അതിൽ നിന്നുള്ള വരുമാനങ്ങൾ കണക്ക് വെക്കണം. അപ്പോൾ ഇത് ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടുണ്ട്. ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് തന്നെ അങ്ങനെ പല വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത് ഗവൺമെൻറ് തലത്തിലും കോടതി ഇടപെട്ടുകൊണ്ട് ഈ മുൻപത്തെ ഒന്നും പരിഹരിക്കാൻ ഒരുപാടില്ല സാറേ. കാരണം ഈ നേരത്തെ ഇവർക്ക് ആധാരം നടത്തി കൊടുത്ത സ്വത്ത് അവർക്ക് തന്നെ കൊടുക്കണം. അവര് പൈസ സെറ്റിൽമെന്റ് അവരെ അവിശ്വസിച്ചല്ല. നമുക്കറിയാമല്ലോ, ഈ മരട് ഫ്ലാറ്റ് പൊളിക്കുന്നതിന് മുമ്പായിട്ട് ഈ കേരളത്തിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളും ഭരിക്കാത്ത പാർട്ടിയുടെ ആളുകളും അവിടെ ചെന്നിട്ട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്, നിങ്ങൾക്ക് ഒരിക്കലും ഇടുന്നു ഇല്ലാതെ നിങ്ങളെ ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയാത്ത ഒരു രാഷ്ട്രീയ നേതാവ് പോലും ആ മരട് ഫ്ലാറ്റിൻ്റെ അവിടെ പോയി പറയാതിരുന്നിട്ടില്ല. പക്ഷേ അത് പൊട്ടി വീണ് താഴോട്ട് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരാളെ പോലും അവിടോട്ട് കണ്ടിട്ടുമില്ല. നമ്മുടെ ആരെ സംരക്ഷിക്കാനില്ല. നമ്മുടെ വയനാട് വന്ന പ്രധാനമന്ത്രി പറഞ്ഞല്ലേ ഞങ്ങളോടൊപ്പം പറഞ്ഞില്ല, ഒരു 1 കോടി രൂപയെങ്കിലും കൊടുത്തിട്ട് പറയുമായിരുന്നു. ഒരു പൈസയും അതിനായിട്ട് കൊടുക്കാതെ അവിടെ വന്ന് ആഘോഷിച്ചു പോകുന്നതിന് നമുക്ക് അതന്നെയാണ് ആളുകൾക്ക് സംശയം. ഈ പറയുന്ന വാക്കും പഴയ ചാക്കും അല്ലേ, പറയുന്ന വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് എന്നുള്ളതുകൊണ്ട്
മുൻപത്തുള്ള ഒരാളെ പോലും ഇറക്കി വിടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അവർക്ക് ഇറങ്ങി പോകാതിരിക്കാൻ പക്കുന്ന രീതിയിലുള്ള മുഴുവൻ ആയിട്ടുള്ള നിയമപരമായ പരിരക്ഷയുമാണ് അവർക്ക് ആദ്യമായിട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും വേണം. അത് ഏറ്റവും വേഗം ചെയ്യണമെന്നുള്ള ഞാൻ പറഞ്ഞ പോലെ ഇവര് അകന്നു കഴിഞ്ഞാൽ പിന്നെ അകൽച്ച കൂടുന്നതോറും നാട് നേർന്നതോറും അകൽച്ച ഈ കമ്മീഷനൊക്കെ വെക്കുന്നത് ശരിക്കും ഇതിന്റെ ഇത് എങ്ങനെ നടത്താതിരിക്കാൻ തന്നെ പറ്റും. അത് രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെ സാറേ. എന്നും കൊണ്ട് ഒരു കമ്മീഷനെ വെക്കും. ഈ കമ്മീഷൻ ഏതെങ്കിലും ഒരു കമ്മീഷൻ ഈ നാട്ടിൽ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടുണ്ടോ? ഏത് കമ്മീഷൻ കൊടുത്ത റിപ്പോർട്ടാണ് പരിഹരിക്കപ്പെട്ട് ഇവിടെ നാടിന് നന്മയുണ്ടായിരിക്കുന്നത്? കുറച്ച് നികുതി പണം കൂടെ എടുത്ത് കുറച്ച് ആളുകൾക്ക് വ്യയം ചെയ്യാന്നുള്ളല്ലാതെ ഞാനെനിക്ക് ഈ കാലത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നാട്ടിലൊരു മാറ്റം വന്നായിട്ട് ഞാൻ കേട്ടിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള അല്ലാതെ. എന്താ സാർ കേട്ടിട്ടുണ്ടോ? കമ്മീഷൻ കൊണ്ട് ഇത് വരും സാറേ, എഫക്റ്റ് വരും. അതിനനുസരിച്ച് തീരുമാനം എടുക്കാൻ ശേഷിയുള്ള ഒരു ഗവൺമെന്റ് വേണം. അതുകൊണ്ട് വരും. ഇപ്പോൾ ഈ നിസാർ കമ്മീഷൻ കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. പ്രശ്നം ഉണ്ടാക്കാനായിട്ട് കമ്മീഷൻ ആർജവമുള്ള ഗവൺമെന്റ് വേണമെന്നുള്ളതാണ്. ഇതിപ്പം പലരും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് സാമാന്യ നീതി എന്നുള്ളത് അവിടെ നടപ്പാകുന്നില്ല. ഇപ്പോൾ ഇതിൽ നിസ്സാരമായിട്ട് എല്ലാവരും കൂടി ഇരുന്നൊരു ചുറ്റുമിരുന്ന് സംസാരിച്ച് തീർക്കേണ്ട ഒരു പ്രശ്നമേ ഉള്ളൂ ഈ മുൻപത്തെ. അതിനെ ഒട്ടും വഷളാക്കാതെ ഏറ്റവും പെട്ടെന്ന് അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. നമ്മളെല്ലാവരും ഒരേ ഏകോദര സഹോദരങ്ങളാണ്. നമ്മൾ ചിലർ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ ജനിച്ചു പോയി, ചിലർ ഹിന്ദു ഭവനങ്ങളിൽ ജനിച്ചു പോയി, ചിലർ മുസ്ലിം ഭവനങ്ങളിൽ ജനിച്ചു പോയി എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മുടെ ചോയ്സ് ഒന്നും അല്ല. എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണ്. എല്ലാവരും ഒരേ ദൈവത്തിന്റെ മക്കളാണ്. അത് കണ്ടുകൊണ്ട് നമ്മൾ ഒന്നായിട്ട് മുന്നോട്ട് പോവുക, ഈ പ്രശ്നം ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ളതേ നമുക്ക് പറയാനുള്ളൂ. ഈ നിയമം അത് നല്ല രീതിയിൽ പഠിച്ച് അമെൻഡ് ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. കാരണം ഭാവിയിലെ പ്രശ്നങ്ങൾ ഒത്തിരി അത് ഒഴിവാക്കും, ഉണ്ടാകാതിരിക്കുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കും. അപ്പോൾ അതും ലോജിക്കലായിട്ട് എല്ലാവർക്കും അക്സെപ്റ്റബിൾ ആകുന്ന രീതിയിൽ, ഒരു പാർഷ്യാലിറ്റി ഇല്ലാത്ത രീതിയിൽ നടപ്പാക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇത്തരം ചർച്ചകൾ നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. ചർച്ചകൾ നല്ലതാണ്, പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ വിവാദങ്ങളും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ല. വളർന്നു വരുന്ന തലമുറയ്ക്ക് അത് ഒട്ടും ഭൂഷണമല്ല. അവരവരുടെ ജീവിതം കെട്ടിപ്പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ കഠിനാധ്വാനം ചെയ്യുന്ന യുവതലമുറയും കാര്യങ്ങളും ഉള്ളപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ എടുത്തിട്ട് അവരുടെ സ്വൈര ജീവിതം നശിപ്പിക്കുകയും രാജ്യത്തിൻ്റെ സമാധാന അന്തരീക്ഷം നശിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഈ ഡിസ്പ്യൂട്ടുകൾ ഒഴിവാക്കാൻ എല്ലാ വിഭാഗം ആളുകളും എല്ലാവരും അത് ഇന്നയാണെന്നൊന്നുമില്ല, അതിന് ഭരിക്കുന്ന ഗവൺമെൻറ്റും പ്രതിപക്ഷവും എല്ലാം ഒരേ മനസ്സോടുകൂടി പഠിക്കുന്നവർക്കും പ്രതിപക്ഷത്തിരിക്കുന്നവർക്കും ആ മേഖലയിൽ നിൽക്കുന്നവർക്കാണല്ലോ പ്രശ്ന പരിഹാരം ഉണ്ടാക്കാനുള്ള കഴിവുള്ളൂ. നമ്മളെപ്പോൾ ആളുകൾക്ക് പറയുന്ന അഭിപ്രായം പറയാനല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെയൊക്കെ അഭിപ്രായങ്ങൾ എങ്ങനെയെങ്കിലും ഇവരുടെ ചെവികളിൽ എത്തുകയും ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ജനനന്മയ്ക്ക് വേണ്ടി തന്നെ ചെയ്യുവാനും, ജനനന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് പുറകെ ജനദ്രോഹപരമായ നടപടികൾ ചെയ്യുന്ന പ്രവണതയിൽ നിന്ന് ഭരണാധികാരികൾ മാറി നിൽക്കുകയും ചെയ്യണമെന്ന് വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് ഈ ചർച്ചയിൽ എനിക്ക് വെക്കാനുള്ളത്. ഏതായാലും നമ്മുടെ നാടിന് ഭൂഷണമല്ലാത്തത് ആ വാർത്തകൾ ഇത്രയും ഉണ്ടാകാതിരിക്കട്ടെ എന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.